മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത. എമ്പുരാൻ 100 കോടി ക്ലബിൽ. ലോകത്താകമാനം റിലീസ് ചെയ്ത് 48 മണിക്കൂറിലാണ് എമ്പുരാൻ ഈ നേട്ടം കൈവരിക്കുന്നത്. സിനിമയിലെ ചരിത്രത്തിൽ പുതിയ നേട്ടമാണിതെന്ന് പൃഥ്വിരാജും മോഹൻലാലും മറ്റണിയറ പ്രവർത്തകരും പറഞ്ഞു. അസാധാരണമായി വിജയത്തിന്റെ ഭാഗമായതിന് എല്ലാവർക്കും നന്ദിയെന്ന് പൃഥ്വിരാജ് എടുത്തു പറഞ്ഞു. ലൂസിഫർ, പുലിമുരുകൻ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, ഒടിയൻ എന്നീ സിനിമകൾ ഇതിനു മുമ്പ് 100 കോടി ക്ലബിൽ കയറിയ മോഹൻലാൽ ഹിറ്റുകളായിരുന്നു. മാർച്ച് 27 രാവിലെ 6 മണി മുതലാണ് എമ്പുരാന്റെ പ്രദർശനം ആരംഭിച്ചത്. ചലച്ചിത്രാസ്വാദകരിൽ നിന്നും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. അതേസമയം ചിത്രത്തിലെ പരോക്ഷമായ രാഷ്ട്രീയ പരാമർശനങ്ങൾ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തെളിച്ചിട്ടുണ്ട്. വിവാദങ്ങൾക്കിടയിലും വിജയകരമായി പ്രദർശനം തുടരുകയാണ് എമ്പുരാൻ. വിവിധ വിദേശ രാജ്യങ്ങളിലായി ചിത്രീകരിക്കുകയും മുൻനിര വിദേശ താരങ്ങളെ അണിനിരത്തുകയും ചെയ്ത ചിത്രം റിലീസിന് മുമ്പ് തന്നെ മലയാള സിനിമയിലെ വിവിധ റെക്കോർഡുകൾ തകർത്തിരുന്നു. ശ്രീ ഗോകുലം മൂവീസ്, ആശീർവാദ് സിനിമാസ്, ലേക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ, ആന്റണി പെരുമ്പാവൂർ, സുഭാസ്കർ തുടങ്ങിയവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മുരളി ഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയിലെ ചരിത്രത്തിലെ ആദ്യത്തെ യമാക്സ് റിലീസായി എത്തിയ ചിത്രം കൂടിയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ടൈം വി ന്യൂസ്.